ഹലോ നമസ്കാരം. ഇപ്പം നല്ല പഴുത്ത മാങ്ങയുടെ സീസൺ ആണല്ലോ അല്ലേ? ഇപ്പം ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഫ്രൂട്ടും മാങ്ങ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മാംഗോ കേക്ക് റെസിപ്പി ആയല്ലോ. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മുട്ടയോ ക്രീമോ ഓവനോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി മാംഗോ കേക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. എന്നത്തെയും പോലെ തന്നെ ഞാൻ ആദ്യം കേക്ക് ടിന്ന് റെഡിയാക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് ബ്രഷ് വെച്ച് തടവി കൊടുക്കാം. A4 പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റോ അതുപോലുള്ള ഏതെങ്കിലും പാത്രമായാലും മതി. അപ്പം നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. ചെറിയ മാങ്ങ ആയതുകൊണ്ട് 2 പഴുത്ത മാങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ജാറിൽ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, ഇത് മൂന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് മൈദ. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഇവ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാം. ഇനി എല്ലാം കൂടി സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെക്കുന്നുണ്ട്. ചൂടായതിനു ശേഷം കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച മാംഗോ പൾപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിക്കായി വന്ന ശേഷം തണയാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അരമണിക്കൂർ തണയാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ നമുക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് കിട്ടിയിട്ടുള്ളത്. മാംഗോയുടെ ആ ലൈറ്റ് യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് കേക്കിന്. കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ബോർബോൺ ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചിട്ട് അതിൽ കുറച്ച് പാലുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എഗ്ലെസ് മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടർന്നും എൻ്റെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.